കേരള എക്സ്പ്രസിൽ അതിക്രമം നേരിട്ട തിരുവനന്തപുരം സ്വദേശിയായ പെൺകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ആന്തരിക രക്തസ്രാവം നിയന്ത്രിക്കാനായെങ്കിലും കുട്ടി ഇപ്പോഴും നിരീക്ഷണത്തിൽ ആണ്. അതേസമയം കണ്ണൂരിൽ അനധികൃതമായി പ്ലാറ്റ്ഫോമിൽ കിടന്നുറങ്ങിയത് ചോദ്യം ചെയ്തതിന് സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ അക്രമമുണ്ടായി. കൊല്ലത്ത് ഐലൻഡ് എക്സ്പ്രസിൽ സഞ്ചരിക്കുകയായിരുന്ന ഭിന്നശേഷിക്കാരനെ യുവാവ് ക്രൂരമായി മർദ്ദിച്ചു. സംസ്ഥാനത്തെ ട്രെയിൻ യാത്രയുടെ സുരക്ഷ സംബന്ധിച്ച് ന്യൂസ് മലയാളം അന്വേഷണ യാത്രയിൽ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വീഴ്ചകളാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഇന്നും പുരോഗതിയില്ല. ചവിട്ടേറ്റ് വീണപ്പോഴുണ്ടായ ആന്തരിക രക്തസ്രാവം നിയന്ത്രിക്കാനായെങ്കിലും അവയവങ്ങൾക്ക് സാരമായ പരിക്കുണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. കുട്ടി നിരീക്ഷണത്തിലാണെന്ന് മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കി. അതേസമയം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ അനധികൃതമായി കിടന്നുറങ്ങിയത് ചോദ്യം ചെയ്ത RPF ഉദ്യോഗസ്ഥൻ ശശിധരന് നേരെ അക്രമമുണ്ടായി. അക്രമത്തിൽ ശശിധരന്റെ കൈക്ക് പരിക്കേറ്റു. മമ്പറം സ്വദേശി ധനേഷാണ് അക്രമം നടത്തിയത്. ഇയാളെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉദ്യോഗസ്ഥന്റെ കൈവശമുണ്ടായിരുന്ന ഉപകരണങ്ങളും അക്രമി തകർത്തു. കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസിൽ സഞ്ചരിക്കുകയായിരുന്ന ആലപ്പുഴ താമരക്കുളം സ്വദേശി നാസറിനാണ് മർദ്ദനമേറ്റത്. ട്രെയിൻ കൊല്ലത്തെത്തിയപ്പോഴായിരുന്നു മർദ്ദനം. ഭിന്നശേഷിക്കാരനായ നാസറിന് മുഖത്തുൾപ്പെടെ പരിക്കുണ്ട്. ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക കമ്പാർട്ട്മെന്റിൽ വെച്ചായിരുന്നു അക്രമം നടത്തിയ ആളെ സഹയാത്രികർ തടഞ്ഞുവെക്കാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ ചാടി രക്ഷപ്പെട്ടു. ഭിന്നശേഷിക്കാർക്കായി റിസർവ് ചെയ്ത കമ്പാർട്ട്മെന്റിൽ കയറിയത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണം. സംഭവത്തിൽ കേസെടുത്ത RPF പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ശ്രീകുട്ടിയെ രക്ഷിച്ചു കൊണ്ടുപോയ അതേ മെമു ട്രെയിനിലാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി നിരവധി കാര്യങ്ങൾ പോലീസും സർക്കാരും ചെയ്തെന്ന് പറയുമ്പോഴും രാത്രിയിലെ യാത്ര സുരക്ഷിതമാണോ? ട്രെയിൻ യാത്രയുടെ സുരക്ഷ സംബന്ധിച്ചുള്ള അന്വേഷണ യാത്രയിലും വെളിവായത് ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ചകൾ. സാധാരണക്കാർ ആശ്രയിക്കുന്ന പാസഞ്ചർ ട്രെയിനുകളിൽ മതിയായ പരിശോധനയോ സുരക്ഷാ സേവനങ്ങളോ ഇല്ലെന്ന് യാത്രക്കാർ പറയുന്നു. രാത്രി സമയങ്ങളിലും അതേപോലെ രാവിലെ നേരത്തെ സമയങ്ങളിലും ഈ ബുദ്ധിമുട്ട് കൂടുതലായിട്ടുണ്ടാവുന്നത്. സേവനമൊന്നും പാസഞ്ചർ ട്രെയിനുകളിൽ ലഭ്യമല്ല. ചില മെയിലുകളിൽ ഇടയ്ക്കൊക്കെ കിട്ടാറുണ്ട്. എന്നാലും സ്ത്രീ യാത്ര പൊതുവെ നൈറ്റിൽ അത്ര സുരക്ഷിതമല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കുറഞ്ഞ സർവീസുകളും ആവശ്യമായ പ്രത്യേക കമ്പാർട്ട്മെന്റുകൾ ഇല്ലാത്തതും പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത സംവിധാനങ്ങൾ സ്ത്രീ സൗഹൃദമാണോ? പ്രത്യേകിച്ച് ട്രെയിൻ യാത്രകൾ കാലാകാലങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തു വരുന്നൊരു വിഷയമാണിത്. എന്നാൽ ഈ വിഷയത്തിൽ ചർച്ചകൾ മാത്രമേ നടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. നമ്മുടെ സ്ത്രീകൾക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്: ഭയമില്ലാതെ രാത്രിയും പകലും സുരക്ഷിതരായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കണം. അതിനായിട്ട് ഓരോ കമ്പാർട്ട്മെന്റിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണം. അടിയന്തര സഹായം ആവശ്യമായി വന്നാൽ അതിനായിട്ട് പാനിക് ബട്ടൺ സംവിധാനങ്ങൾ ഒരുക്കണം. അതുപോലെ തന്നെ ഓരോ കമ്പാർട്ട്മെന്റിലും വനിതാ പോലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും നിരീക്ഷണവും സാന്നിധ്യവും അത് നിരന്തരം ശക്തമാക്കി തന്നെ മുന്നോട്ട് പോകണം. സുൽത്താൻ മുഹമ്മദിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.